നമസ്കാരം, എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. നല്ലൊരു മാമ്പഴ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നല്ല നാട്ടുമാമ്പഴം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ച് നല്ലൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. മാമ്പഴത്തിൻ്റെ തോലെല്ലാം പൊളിച്ച് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടു. അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ മാമ്പഴം ഒന്ന് ഞെരടിയിടുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. പിന്നീട് അല്പം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഇത് കാശ്മീരി മുളക് പൊടിയാണ്. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടു. പിന്നീട് കറിവേപ്പില, പിന്നീട് പച്ചമുളക്. ഈ കാശ്മീരി ചുമന്ന മുളകിൻ്റെ എരിവല്ല ഇതിന് വേണ്ടത്, പച്ചമുളകിൻ്റെ എരിവാണ്. അതാണ് പച്ചമുളക് ഇത്ര എടുത്തിരിക്കുന്നത്. പച്ചമുളക് ഇടുകയാണ്. ഇതിന് പാകത്തിനുള്ള ഉപ്പിടാം. ഇനി ഈ മാമ്പഴം നല്ല രീതിയിലൊന്ന് വെന്ത് വരട്ടെ. മാമ്പഴം ഇതാ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട്, ഇത് നെയ്യാണ്, അല്പം നെയ്യ്, കുറച്ച് നെയ്യ് മതി. ഈ നെയ്യിൽ കുറച്ച് ഉലുവ, ഇപ്പോൾ കുറച്ച് മാമ്പഴമല്ലേ ഉള്ളൂ, കുറച്ച് ഉലുവ. അതുപോലെ തന്നെ തീ ഓഫാക്കുകയാണ്. അപ്പോൾ തന്നെ അത് മൂത്തിട്ടുണ്ട്. കുറച്ച് ജീരകം, ഇതൊന്ന് നെയ്യിൽ മൂപ്പിച്ച് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതാ ഈ ഉലുവയും ഈ ജീരകവും നമുക്ക് ഇതിനകത്ത് ഒന്ന് പൊടിച്ചെടുക്കണം. മാമ്പഴം നല്ല രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് കുറച്ച് ഇതിനാവശ്യമായ കുറച്ച് തേങ്ങ നല്ല രീതിയിൽ അരച്ചെടുത്തുകൊണ്ട് വരാം. മാമ്പഴം നന്നായിട്ട് വെന്ത് വെള്ളം വറ്റാറായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനാവശ്യമായ തൈര് ഒരു മിക്സിയുടെ ബൗൾ എടുത്തിട്ട് കുറച്ച് കറിവേപ്പില ഇടുകയാണ്. തൈര്, ഒരു കൂട് തൈര്, ഒന്ന് കറക്കിയെടുക്കുക. ഈ കട്ടയൊക്കെ ഒന്ന് ഉടയത്തക്ക രീതിയിൽ. മാമ്പഴം നല്ല രീതിയിൽ വെന്തു. ഇനി നമുക്ക് ഈ അരപ്പ് ചേർക്കാം. നല്ല രീതിയിൽ അരച്ചു വച്ചിരിക്കുന്ന തേങ്ങയാണ്. ഈ അരപ്പ് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഈ അരപ്പ് നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ഒഴിക്കാം. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. നമുക്ക് തൈര് ഒഴിക്കുമ്പോൾ തൈരിൻ്റെ പുളി നോക്കി വേണം ഒഴിക്കാനായിട്ട്, എത്ര വേണം എന്നുള്ളത്. അപ്പോൾ പുളി അല്പം മുന്നിൽ നിൽക്കണമെന്നുള്ളവർക്ക് അതനുസരിച്ച് തൈര് കൂട്ടി ഒഴിക്കാവുന്നതാണ്. ഈ സമയത്ത് ഇതിന് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കണം. ഇനി അധികം തിളയ്ക്കണ്ട. ഇതിനകത്ത് ഒട്ടും തന്നെ ജലത്തിൻ്റെ അംശം ഇല്ലല്ലോ, കട്ട തൈരല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആവി വന്നാൽ മതി. നമ്മൾ ഉലുവയും ജീരകവും പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കടുക്
കടുക് കൂടെ നമ്മൾ ഒന്ന് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇതാ ആവി വന്നിട്ടുണ്ട്, കണ്ടോ? ഇത്ര മതി, തിളയ്ക്കണ്ട. നല്ല രീതിയിൽ ആവി വരുന്നുണ്ട്. ഇത് കാണാവോ എന്നറിയില്ല. നമുക്ക് തീ ഓഫാക്കാം. ഇനി ഇതിനൊന്ന് കടുക് താളിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് തീ ഓഫാക്കാം. ഇതിലേക്ക് അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അത് എരിവുള്ള മുളക് പൊടിയല്ല, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി.